വില്ലനെ കുറിച്ച് വളരെ ബ്രില്യൻറ്റ്, വളരെ കുറെ അന്നത്തെ ലാലേട്ടനൊപ്പം അടിച്ചു നിൽക്കുന്ന വില്ലനൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി. അതുപോലെ ഇതുപോലത്തെ ലാലേട്ടനെ കണ്ടിട്ടും കുറേ കാലമായി. കാരണം വിന്റേജ് ലാലേട്ടൻ എന്ന് പറയുന്നില്ല, പക്ഷെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ലാലേട്ടൻ, അതായത് ഒരു നല്ല ഡയറക്ടറിൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മുഴുവൻ അവർക്ക് എടുക്കാൻ പറ്റും. ഞാൻ എമ്പുരാനിൽ വളരെ ഡിസപ്പോയിന്റ് ആയിട്ടാണ് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഈ പടം ലാലേട്ടൻ ഒരു രക്ഷയില്ല, തിരിച്ചു വരും. ലാലേട്ടൻ എന്നിവിടെ ഉണ്ട്, ലാലേട്ടൻ തുടരും. ഈ ഇന്റർവ്യൂലൊന്നും തരുൺമൂർത്തി വലിയ ഹൈപ്പ് കൊടുക്കാതിരുന്ന നന്നായെന്ന് തോന്നുന്നു. നന്നായി പല പടങ്ങളും ഇപ്പൊ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വന്നിട്ട് പ്രേക്ഷകർക്ക് അങ്ങോട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ചില അത്രയും ഹൈപ്പ് കൊടുത്തിട്ട് അപ്പൊ തരുൺമൂർത്തി ഇപ്പം വലിയൊരു ഹൈപ്പ്. നല്ല മാർക്കറ്റിംഗ് ആയിരുന്നു. പടം കൊള്ളാം, അടിപൊളി. വേറൊന്നും പറയില്ല, അടിപൊളി. കോംബോ ഇങ്ങനെ വർക്കൗട്ട് ആയോ? അപ്പൊ മലയാളത്തിൽ ഇനി തുടരും. നല്ല പടം, ഭയങ്കര നല്ല പടം. തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടീസർ ട്രെയിലർ ഒക്കെ ഇറങ്ങിയപ്പോൾ പടത്തിനെ കുറിച്ചൊരു എന്തെങ്കിലും ഹൈപ്പോ പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഇപ്പോൾ നോർമൽ രീതിയിലാണ് പോയത്, പക്ഷെ അത് പ്രതീക്ഷനെ കാട്ടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കൊടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ അതിപ്പോ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നന്നായിട്ടുണ്ട്. ആ ഹൈപ്പ് കൊടുക്കാത്തത് നല്ല ഗുണം ചെയ്തു. ഇപ്പോൾ ഹൈപ്പ് എനിക്ക് തോന്നുന്നു കൊടുത്തിരുന്നെങ്കിലും ആ ലെവലിനുള്ളതുണ്ട്. ആ പടം നന്നായിട്ട് അഭിനയിച്ചു. പഴയ മോഹൻലാലിനെ കാണാൻ പറ്റി എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ. നല്ല കോമ്പിനേഷൻ ഉണ്ട്. നല്ല ഒരു പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. അത് ഓവറായിട്ട് യൂസ് ചെയ്തിട്ടില്ല, കറക്റ്റ് ആപ്റ്റായിട്ട് കഥയ്ക്ക് പറ്റിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഉണ്ട്. തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ട്, തുടക്കത്തിലൊക്കെ അങ്ങനെ കുറച്ച് ബിറ്റ്സ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമ്മൾ ആ കഥയിൽ നന്നായിട്ട് ഹുക്കാവും. ഭയങ്കര നല്ലതാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ശരിക്കും നമ്മൾ ഹുക്ക്ഡ് ഓൺ ടു ആവും. അതിൽ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു അങ്ങനെ ഒരു സീനുണ്ടല്ലോ, നിങ്ങളിങ്ങനെ താഴെ വളർത്തിയിരിക്കാതെ മീശയൊക്കെ തിരിച്ച് മുണ്ടൊക്കെ. അതുണ്ട്, അങ്ങനെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. അങ്ങനെ നല്ല മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ കാണാൻ പ്രതീക്ഷ ലാലേട്ടന് ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ട്. നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി മലയാളത്തിന്റെ മോഹൻലാൽ, നമ്മളെ വാലിബൻ വന്നിരുന്നു. ഇതാണ് യഥാർത്ഥ മോഹൻലാൽ കാണാൻ പ്രേക്ഷകർ. വാലിബനോ എമ്പുരാനോ അതൊന്നും വെച്ച് ഈ മൂവി ദയവ് ഇത് കമ്പയർ ചെയ്യരുത്. ഈ മൂവി എന്ന് വെച്ചാൽ 90s കിഡ്സാണ്. ഇപ്പം ഞാൻ ഐ എം എ 90 കിഡ്. നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു മോഹൻലാലുണ്ട്, ആ ഒരു പീക്ക് സമയത്ത് വന്നിരുന്ന ആ മോഹൻലാലിനെ കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഹൗ ആസ് എ ഫാൻ നമുക്ക് എങ്ങനെയാണോ മോഹൻലാലിനെ കാണാൻ താല്പര്യം, അതേപോലെ തന്നെ ഇതിൽ ഫ്രെയിം ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ഒരു മൂവി, ഒരു ഫാമിലി മൂവി, എ ബിറ്റ് ഇമോഷണൽ, നല്ല സിനിമ, ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായത്.